ചിലയിടങ്ങളുണ്ട് ഇവിടെ സമയം നിശ്ചലമാകുന്നത് തിരമാലകളുടെ താളത്തിനൊപ്പമാണ്. മലബാറിൻ്റെ ചരിത്രവും കടലിൻ്റെ സൗന്ദര്യവും ഒന്നിക്കുന്ന ഇടം, അതാണ് ബേപ്പൂർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ നിന്നും ചാലിയത്തേക്ക് പുറപ്പെടുന്ന ജങ്കാറാണ്. ഈ ജങ്കാർ ചാലിയത്തെത്തുന്നത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ദൂരമുണ്ട്. രാവിലെ നേരത്തെയും വൈകുന്നേരവുമാണ് ഇവിടെ സന്ദർശിക്കാൻ നല്ലത്. അതിനിടയിലുള്ള സമയം നല്ല വെയിലാണെന്ന് ഇവിടെ പറയേണ്ടതില്ലല്ലോ. ഇവിടെ കടലിലൂടെയുള്ള മനോഹരമായ ബോട്ട് യാത്രയും ആസ്വദിക്കാം. 100 രൂപയാണ് ഒരാൾക്ക് വേണ്ടി പേ ചെയ്യേണ്ടത്. വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല ബേപ്പൂർ. സഹസ്രാബ്ദങ്ങളുടെ വ്യാപാര പാരമ്പര്യമുള്ള ഒരു തുറമുഖം കൂടിയാണിത്. വിശ്വപ്രസിദ്ധമായ ബേപ്പൂർ ഉരുക്കളുടെ നാടുകൂടിയാണ്. ഇന്നും യന്ത്രസഹായമില്ലാതെ തലമുറകളായി കൈമാറി വന്ന അറിവിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഈ തടിക്കപ്പലുകൾ ലോകത്തിനു മുന്നിൽ കേരളത്തിൻ്റെ അഭിമാനമാണ്. ബേപ്പൂരിൻ്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ പുലിമുട്ടാണ്. അറബിക്കടലിൻ്റെ മാറിലൂടെ കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ കരിങ്കൽ പാതയിലൂടെ നടക്കുമ്പോൾ നമ്മൾ കടലിന് നടുവിലാണെന്ന് തോന്നിപ്പോകും. അങ്ങകലെ ചക്രവാളവും മുഖത്തടിക്കുന്ന ഒട്ടുകാറ്റും തരുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. സന്ധ്യയാകുന്നതോടെ ബേപ്പൂർ കൂടുതൽ സുന്ദരിയാകും. ചൂടുള്ള കല്ലമ്മക്കായയുടെ മണവും ആകാശത്ത് ഉയരുന്ന പട്ടങ്ങളും പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള സംസാരവും ഈ തീരം നൽകുന്നത് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ജങ്കാർ ചാലിയത്തെത്തുന്നതിൻ്റെ സുന്ദര ദൃശ്യമാണ്. ബേപ്പൂർ കടലും കരയും കഥകൾ പറയുന്ന ഇടം. ചരിത്രത്തെ തൊട്ടറിഞ്ഞും കടലിനെ പ്രണയിച്ചും ഒരു സായാഹ്നം ചെലവഴിക്കാൻ ഇതിലും നല്ലൊരിടമില്ല. ബേപ്പൂരിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.